ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിലെ നാളത്തെ നല്ലൊരു പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ടാ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ നമ്മുടെ കാർത്തികയാണെങ്കിൽ കല്യാണിനെ വിളിക്കുന്നുണ്ട്. കല്യാണി, കിരൺ അടുത്തുണ്ടോ? ഇല്ല കാർത്തികച്ചി, കിരണിട്ട് പുറത്തു വരുന്ന് പോയിരിക്കുക. എങ്കിലേ എനിക്ക് നിന്നെ അത്യാവശ്യമായിട്ട് കാണണം. നിന്നെ മാത്രല്ല കിരണിനെയും. നീ ഒന്ന് ഇവിടെ വരെ വരാവോ? കിരണേട്ടൻ വന്നിട്ട് പറഞ്ഞിട്ട് വരാൻ ചേച്ചി. അത് കിരൺ വന്ന എത്രയും പെട്ടെന്ന് തന്നെ നീ ഇങ്ങോട്ടേക്ക് വരണം എന്ന് പറഞ്ഞിട്ട് കാർത്തിക ഫോൺ വെക്കാണ്. അത് കേൾക്കുമ്പോ കല്യാണിക്ക് എന്തോ സംശയം പോലെ തോന്നും കേട്ടോ. കാർത്തിക ചേച്ചി പെട്ടെന്ന് കാണണോന്നൊക്കെ പറഞ്ഞത് ഇനി ഗംഗപ്രസാദിന്റെ കേസ് അന്വേഷണം കാര്യങ്ങളൊക്കെ ആയിട്ട് ആ സി എങ്ങാനും അവിടെ പോയിട്ടുണ്ടാവോ എന്ന് കല്യാണിക്കും ഒരു സംശയം തോന്നുവാണ്. അതിനുശേഷം നമ്മുടെ കാർത്തിക ലക്ഷ്മി അമ്മയടുത്ത് പറയണ്ട്, അമ്മേ ഞാൻ അവൾക്ക് പറയേണ്ട പോലെ പറഞ്ഞിട്ടുണ്ട്. ആൾക്ക് കാര്യം മനസ്സിലാവാനാണ് ചാൻസ്. മിക്കവാറും ഉടനെ തന്നെ കിരണിനെയും കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ടേക്ക് വരും. അവര് വരട്ടെ മോളെ. എന്താണ് നമ്മുടെ സംശയം ഇന്നത്തോടെ തീർക്കണം. എനിക്ക് ഇപ്പൊ നല്ല സംശയം തോന്നുവാണ്. ഗംഗപ്രസാദ് കാണാത്തതിന് പിന്നെ കിരണിന് നല്ല പങ്കുണ്ട്. കിരൺ എന്തെങ്കിലും കിരൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കല്യാണിക്കും അറിയായിരിക്കും. അത് മാത്രല്ല, മോളുടെ താലി കെട്ടിയ സമയത്ത് കിരൺ മാത്രല്ല രതീഷും വേലും ഒന്നും അവിടെ ഉണ്ടായിരുന്നില്ല. ചോദിച്ചപ്പോ പറഞ്ഞത് അവരെല്ലാം അവിടെ അന്വേഷിച്ച് നടക്കുമായിരുന്നു പറഞ്ഞത്. ഇവർക്ക് 3 പേർക്കും സത്യങ്ങൾ അറിയാം മോളെ. അവര് വരട്ടെ അമ്മേ, നമുക്ക് എന്തായാലും കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാലോ എന്ന് കാർത്തികേയൻ പറയണം. കുറച്ചു നേരം കഴിയുമ്പോഴേക്കും കിരണും കല്യാണിയും കൂടി വരുന്നുണ്ട് കേട്ടോ. അപ്പൊ കിരണാണെങ്കിൽ കല്യാണത്ത് പറയേണ്ടതേ എന്തൊക്കെ സംഭവിച്ചാലും ശരി ലക്ഷ്മി അമ്മയടുത്തും കാർത്തികടുത്തും സത്യങ്ങളൊന്നും പറയരുത് എന്ന് കിരൺ കല്യാണി അടുത്ത് പറയണം. അപ്പൊ കല്യാണി പറയണ്ടല്ല, അവരിങ്ങനെ ചോദിക്കുമ്പോ എങ്ങനെയാ പറയാതിരിക്കുക? എനിക്കെങ്കിലും അവരുടെ മുഖത്തൊക്കെ കള്ളം പറയാനും പറ്റില്ല. നീ ഒന്നും വേണ്ടണ്ട, പറയേണ്ടതൊക്കെ ഞാൻ പറഞ്ഞോളാം. അങ്ങനെ എല്ലായിടത്തും സത്യങ്ങൾ പറയാനാണെങ്കിൽ ഇത്ര രഹസ്യമാക്കിയിട്ട് എനിക്ക് അങ്ങനെ ചെയ്യേണ്ട കാര്യം ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് കിരൺ പറയാണ്. കല്യാണി പറയണ്ട, ശരി കിരണേട്ടാ, ഞാനായിട്ട് ഒന്നും പറയുന്നില്ല എന്ന് കല്യാണി പറയുന്നുണ്ട്. ശേഷം കല്യാണിയും കിരണും കൂടി ലക്ഷ്മിയുടെ വീട്ടിലേക്ക് വരികയാണ്. അവിടെ വാതിലിൽ മുട്ടുമ്പോ തന്നെ ലക്ഷ്മി വാതിൽ തുറക്കാണ്. ആ 2 പേരും എത്തിയോ, വാ അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വിളിക്കാണ്. കാർത്തിക പറയണ്ടേ, നിങ്ങക്ക് കുടിക്കാൻ ചായ വേണോ കാപ്പി വേണോ, എന്തെങ്കിലും ജ്യൂസ് എന്തെങ്കിലും വേണോ? ഒന്നും വേണ്ട, ഞങ്ങൾ ചായ കുടിച്ചിട്ട് ഇറങ്ങിയുള്ളൂ. അല്ല എന്താ പെട്ടെന്ന് അത്യാവശ്യമായിട്ട് കാണുന്നു പറഞ്ഞത് എന്ന് കിരൺ ചോദിക്കുമ്പോഴേക്കും കാർത്തികയും ലക്ഷ്മിയമ്മയും പറയണ്ട്, അതെ ഞങ്ങൾ കാണണമെന്ന് പറഞ്ഞപ്പോ തന്നെ നിങ്ങക്ക് കാര്യം മനസ്സിലായി കാണുമല്ലോ, പിന്നെ എന്തിനാ ഇങ്ങനത്തെ ഒരു ചോദ്യത്തിന്റെ ആവശ്യമുണ്ടോ കിരണെ എന്ന് ലക്ഷ്മിയമ്മ ചോദിക്കാണ്. അല്ല ലക്ഷ്മിയമ്മേ, എനിക്ക് മനസ്സിലായില്ല, അതുകൊണ്ട് തന്നെ ഞാൻ ചോദിച്ചത്. എന്താ പെട്ടെന്ന് കാണണോന്ന് പറഞ്ഞേന്ന്. അതെ, ഇവിടെ ആ സി എ വന്നിരുന്നു, സി എ മാർട്ടിൻ എന്ന് പറയാണ്. ഓ, അയാൾ ഇവിടെ വന്നിരുന്നു. എന്താ നിങ്ങളടുത്ത് വന്നിരുന്നോ? ആ, ആദ്യം വന്നത് ഞങ്ങളുടെ അടുത്തായിരുന്നു. എന്തോ ഗംഗപ്രസാദിനെ കാണാനിരുന്നു പറഞ്ഞിട്ട് സ്റ്റെഫി ഒരു പരാതി കൊടുത്തിരുന്നു. അതിന്റെ അന്വേഷണത്തിലാണ് ആളിപ്പോ. അതെ, അതിനെക്കുറിച്ച് തന്നെയാ ഞങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. അയാൾക്ക് കുറച്ച് CCTV ദൃശ്യങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചിരുന്നു. പെൻഡ്രൈവ് ആയിട്ടാണ് വന്നത്. ഇവിടെ TV കണക്ട് ചെയ്തിട്ടാണ് ഞങ്ങൾക്ക് കാണിച്ചത്. എന്താ കാണിച്ചത് എന്ന് കല്യാണി ചോദിക്കുമ്പോ കാർത്തിക പറയണ്ട്, ഗംഗപ്രസാദ് വിവാഹ ദിവസം വിവാഹ മുഹൂർത്തത്തിന് 10-15 മിനിറ്റ് മുമ്പ് തന്നെ കതിർ മണ്ഡപത്തിലേക്ക് മതിൽ ചാടി വരുന്നതിന്റെ ദൃശ്യങ്ങളാണ് അയാൾ ഞങ്ങൾക്ക് കാണിച്ചു തന്നത് എന്ന് പറയുമ്പോ കിരൺ പറയണ്ട, ആ ദൃശ്യങ്ങൾ ഞങ്ങൾക്കും കാണിച്ചു തന്നു. അതിലിപ്പോ എന്തായിരിക്കണത്? ഗംഗപ്രസാദ് വന്നിട്ടുണ്ടാവായിരിക്കാം, പക്ഷെ നമ്മൾ ആരും കണ്ടില്ലല്ലോ എന്ന് കിരൺ പറയുമ്പോ ലക്ഷ്മി പറയണ്ടേ, എന്തിനാ കിരണെ ഞങ്ങൾക്ക് ഇങ്ങനെ കള്ളം പറയണത്? എന്തിനും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിലോ പറ, അത് അബദ്ധമാണെന്ന് ഞങ്ങൾ ഒരിക്കലും കണക്ക് കൂട്ടില്ല. പോലീസുകാരുടെ കണ്ണിൽ അതൊരു അബദ്ധം കൊലപാതകമായിരിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് അങ്ങനെയല്ല. അങ്ങനെ എന്തെങ്കിലുമൊക്കെ അബദ്ധം കിരണിന്റെ കയ്യിന്നോ വേലുവിന്റെ കയ്യിന്നോ രതീഷിന്റെ കയ്യിന്നോ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ കൊലക്കുറ്റം ഞാൻ ഏറ്റെടുക്കാം എന്ന് ലക്ഷ്മി അമ്മ പറയണം. കിരൺ പറയണ്ട, ലക്ഷ്മി അമ്മ അങ്ങനെ പേടിക്കാനൊന്നുമില്ല, അന്നൊന്നും സംഭവിച്ചിട്ടില്ല. പിന്നെ അന്ന് കതിർ മണ്ഡപത്തിൽ മുഹൂർത്ത സമയത്ത് കിരണും രതീഷും വേലും എവിടെയായിരുന്നു? കാർത്തികയും ദിലീപും അതായത് അവരുടെ വീട്ടിലേക്ക് പോണ സമയത്തും നിങ്ങളെ ആരെയും കണ്ടില്ല. കിരണിന്റെ വണ്ടിയും കാണുന്നുണ്ടായില്ല. നിങ്ങൾ എവിടെയായിരുന്നു? സത്യം പറ എന്ന് പറയുമ്പോ കിരൺ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്തിട്ട് കിരൺ സത്യം പറയുന്നില്ല കേട്ടോ. കിരൺ പറയണ്ട, അത് ഗംഗപ്രസാദ് വരുമെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടേക്ക് പോവായിരുന്നു. ഗംഗപ്രസാദ് ഓഡിറ്റോറിയത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ അവൻ ഏതെങ്കിലും വഴി തന്നെ പോയിട്ടുണ്ടാവായിരിക്കും. എനിക്കറിയില്ല അതിനെ കുറിച്ച്. പിന്നെ നമുക്ക് ഓഡിറ്റോറിയത്തിൽ അവൻ ഉണ്ടോന്ന് പോയി നോക്കാനും പറ്റില്ല. ഇപ്പൊ അത് പോലീസ് നിരീക്ഷണത്തിലാണ്. അതുകൊണ്ട് അങ്ങോട്ട് പോവാനും പറ്റില്ലല്ലോ ലക്ഷ്മി അമ്മേ. ആ, നിങ്ങൾ പറഞ്ഞത് ഇപ്പൊ തൽക്കാലത്തേക്ക് ഞങ്ങൾ വിശ്വസിക്കുന്നു, പക്ഷെ എന്നാലും നിങ്ങൾ എന്തൊക്കെയോ മറയ്ക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. ലക്ഷ്മിമ്മ വീണ്ടും പറയാണ് കിരണോട്, മോനെ കിരണേ, നിനക്കെന്നല്ല ആർക്കെങ്കിലും എന്തെങ്കിലും അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ പറ, അതാ കൊലക്കുറ്റം ഞാൻ ഏറ്റെടുക്കാം. ഗംഗപ്രസാദ് മരിക്കേണ്ടത് എല്ലാവരുടെയും ആവശ്യമായിരുന്നല്ലോ, പ്രത്യേകിച്ച്
കാർത്തികമുള്ള നല്ലൊരു ജീവിതത്തിന് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഗംഗപ്രസാദൻ ആരായാലും കൊന്നത്. അപ്പൊ അതുകൊണ്ട് ആ കൊലക്കുറ്റം ഞാൻ തന്നെ ഏറ്റെടുക്കാം എന്ന് ലക്ഷ്മി പറയാണ്. കിരൺ പറയണ്ട, അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല, നിങ്ങൾ അതിനെ കുറിച്ച് ഒന്നും ആലോചിക്കണ്ട, എന്തായാലും ഇപ്പൊ അവന്റെ ശല്യമില്ലല്ലോ, അത് മാത്രം ആലോചിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് കിരൺ കല്യാണിനെയും കൂട്ടിക്കൊണ്ട് അവിടെ നിന്ന് ഇറങ്ങാട്ടോ. അവിടെ നിന്ന് ഇറങ്ങിക്കഴിയുമ്പോ കാർത്തിക ലക്ഷ്മിയുടെ അടുത്ത് പറയുന്നുണ്ട്, അവരെന്തൊക്കെയോ മറയ്ക്കുന്നുണ്ട് അമ്മേ എന്ന് ഉറപ്പ് പറയാണ് കാർത്തിക. കേട്ട് ലക്ഷ്മിയമ്മയും പറയണ്ട്, എനിക്കും അങ്ങനെ തന്നെയാ മോളെ തോന്നുന്നത്, പക്ഷെ നമ്മൾ എന്തൊക്കെ ചോദിച്ചിട്ടും അവരൊന്നും വിട്ടു പറയുന്നില്ലല്ലോ. അതെ, എന്തായാലും നമുക്ക് വരുന്നിടത്ത് കാണാം, ആരെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ആ കൊലക്കുറ്റം ഞാൻ തന്നെ ഏറ്റെടുക്കും എന്ന് ലക്ഷ്മി പറയാണ്. പിന്നീട് കാണിക്കുന്ന രാഹുലിനെയാണ്. രാഹുൽ ആണെങ്കിൽ 2-3 കുട്ടി ഉടുപ്പുകൾ വാങ്ങിച്ചുകൊണ്ട് നമ്മുടെ രൂപയുടെ വീട്ടിലേക്ക് വരുവാട്ടോ. അവിടെ വന്നിട്ട് ബെല്ലടിക്കുമ്പോഴേക്കും ഷാരിയാണ് വാതിൽ തുറക്കുന്നത്. ഷാരിയുടെ കയ്യിൽ കുഞ്ഞുണ്ട് കേട്ടോ. കുഞ്ഞിനെ കാണുമ്പോ തന്നെ വേഗം തന്നെ രാഹുൽ, അയ്യോ കൺമണി മോള് വാ എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് കുഞ്ഞിനെ വേഗം ഷാരിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചിങ്ങനെ എടുത്തു പിടിക്കുകയാണ്. രാഹുൽ വന്നത് അറിയുമ്പോ തന്നെ ചന്ദ്രസേനും അതുപോലെ തന്നെ രൂപയും കൂടി മുകളിൽ നിന്ന് താഴത്തേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? ഞാൻ എന്റെ കൊച്ചുമോളെ കാണാനും കൊച്ചുമോൾക്ക് 2 കുട്ടിയുടുപ്പ് കൊടുക്കാനും വേണ്ടി വന്നതാണ്. അതെ, കൊച്ചുമോൾക്ക് കൊടുക്കേണ്ടതൊക്കെ ഞങ്ങൾ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. നീയും മനോഹറും ഒരിക്കലും കൺമണി മോളെ കാണാൻ പാടില്ല എന്ന് ചന്ദ്രസേന പറയാണ്. അത് കേട്ട് രാഹുൽ പറയണ്ട്, സേന വിചാരിക്കുന്ന പോലെ ഒന്നല്ല, എന്നെ ജയിൽ ജീവിതം ഒരുപാട് മാറ്റി ചിന്തിപ്പിച്ചു. ഇപ്പൊ എനിക്ക് ആരോടും ശത്രുതയോ ഒന്നും തന്നെയില്ല. രൂപ പറയുന്നുണ്ട്, ചന്ദ്രേട്ട എന്തിനാണ് ഇയാളോട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? എടോ, താൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുണ്ടോ? അല്ലെങ്കിൽ തിളച്ച വെള്ളം എടുത്തിട്ട് തന്റെ മുഖത്തേക്ക് ഒഴിക്കും ഞാൻ എന്ന് രൂപ പറയാണ്. അത് കേട്ട് രാഹുൽ പറയണ്ട്, രൂപേ നീ എന്തൊക്കെ പറഞ്ഞാലും, നീ എന്നെ ഇവിടെ വെട്ടിക്കൊന്നാ പോലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ നിങ്ങളെക്കൊന്ന് കാണാൻ വേണ്ടിയിട്ടാ വന്നത് എന്ന് പറയുമ്പോ ചന്ദ്രസേന പറഞ്ഞിട്ട്, ഞങ്ങളെ കാണാനോ കൊന്നു കളയാനോ എന്ന് ചോദിക്കാണ്. അയ്യോ സേനൻ അങ്ങനെയൊന്നും പറയല്ലേ, ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് പോലും ഇല്ല, എനിക്കിപ്പോ കൺമണി മോളെ കാണണമെന്നുണ്ടായിരുന്നു, അതുകൊണ്ട് വന്നതാണ്. ചന്ദ്രസേനൻ പറയുന്നുണ്ട്, കൺമണി മോള് തന്റെ കൊച്ചുമോളല്ല, എന്റെയും രൂപയുടെയും കൊച്ചുമോളാണ്. ഞങ്ങൾ അങ്ങനെയാണ് കുഞ്ഞിനെ പറഞ്ഞ് പഠിപ്പിക്കണത്. കുഞ്ഞിന്റെ അപ്പൂപ്പനും അമ്മമ്മയും ഞാനും ഇയാളുമാണ്. പിന്നെ കുഞ്ഞിന്റെ അച്ഛൻ കിരണാണ്, കുഞ്ഞിന്റെ അമ്മ സരു, ബാക്കി എല്ലാ ബന്ധുക്കളും ഉണ്ട്. അതുകൊണ്ട് ഇപ്പൊ കുഞ്ഞിന്റെ അച്ഛന്റെ ആവശ്യവും അപ്പൂപ്പന്റെ ആവശ്യവും ഒന്നുമില്ല. ആ സ്ഥാനത്ത് ഞാനും കിരണും ഉണ്ട്. താൻ പോവാൻ നോക്ക്. അയ്യോ സേനൻ, അതിനൊക്കെ എനിക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. അത് കേൾക്കണ രൂപ വേഗം തന്നെ അകത്തേക്ക് കയറി പോകുവാട്ടോ. ഇവളെന്തിനാ അകത്തേക്ക് പോയത് എന്ന് രാഹുലും വിചാരിക്കണ്ട്. പക്ഷെ രൂപ പോയത് യാമിനിയുടെ കയ്യിൽ നിന്ന് തിളച്ച വെള്ളം വാങ്ങിക്കാനായിട്ട്. അപ്പൊ യാമിന് ചോദിക്കണ്ട്, എന്തിനാ മേഡം തിളച്ച വെള്ളം? അതൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഒരു തിളച്ച വെള്ളം എടുത്തോണ്ട് വരാൻ ഒരു കപ്പിലായിട്ട് വലിയൊരു കപ്പിൽ ഇങ്ങനെ പിടിച്ചോണ്ട് ഇങ്ങനെ വരുവാണ്. ശേഷം രാഹുൽ സംസാരിച്ചുകൊണ്ടിരിക്കെ തന്നെ രാഹുലിന്റെ മുഖത്തേക്ക് ഒഴിക്കാണ് രൂപ ആ തിളച്ച വെള്ളം. രാഹുലിന്റെ കൈയും മുഖവും ഒക്കെ പൊള്ളുന്നുണ്ട്. രാഹുൽ അപ്പൊ കൈയൊക്കെ ഇങ്ങനെ പിട്ട് പെടപ്പിക്കാട്ടോ. ഇങ്ങനെ പൊള്ളിയ വേദന കൊണ്ടിങ്ങനെ പെടയ്ക്കാണ്. രൂപ പറയുന്നുണ്ട്, മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോ, അല്ലെങ്കിൽ വലിയൊരു അണ്ടാവും നിറച്ചും തിളച്ചു കൊടുത്ത് നിങ്ങളുടെ തല വഴി ഞാൻ ഒഴിക്കും. പിന്നെ നിങ്ങൾക്ക് തിരിച്ച് ജയിലിലേക്ക് പോകേണ്ടി വരില്ല. തിളച്ചുരുകെ നിങ്ങളുടെ ശരീരം ഒന്നിനും കൊള്ളാത്ത ശരീരമായിട്ട് മാറും. അതുകൊണ്ട് ഇവിടുന്ന് പോവാൻ നോക്ക്. ഇയാളെ കാണുമ്പോ തന്നെ എനിക്ക് കലി വരുവാ ചന്ദ്രേട്ട. ഇയാൾ തന്നെ സംസാരിച്ചുകൊണ്ടിരിക്കണത്. ഷാരി കുഞ്ഞെ കൊണ്ട് അകത്തേക്ക് പോ എന്ന് പറയാണ്. അങ്ങനെ ഷാരി കുഞ്ഞെ കൊണ്ട് അകത്തേക്ക് പോകുന്നുണ്ട്. രാഹുല് കയ്യും കാലൊക്കെ പൊള്ളി അവിടെ നിന്ന് അങ്ങ് പോകുവാട്ടോ. ചന്ദ്രസേൻ രൂപയും ശേഷം വാതിലൊക്കെ അടച്ച അകത്തേക്ക് ഇരുന്നവരെ കുറിച്ച് സംസാരിക്കുകയാണ്. അപ്പൊ നാളത്തെ പ്രൊമോയിൽ ഇത്രയും ഭാഗം മാത്രമേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കിരണിന്റെയും കല്യാണിയും കാർത്തിക ലക്ഷ്മിയമ്മയും സംസാരിക്കണതും പിന്നെ രാഹുല് വീട്ടിലേക്ക് വരുമ്പോ തിളച്ച വെള്ളം രൂപ ഒഴിക്കുന്ന ഭാഗം മാത്രമേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമുക്ക് നാളത്തെ എപ്പിസോഡിന് വേണ്ടി കാത്തിരിക്കാം ഫ്രണ്ട്സ്. പിന്നെ ഈ ശനി ഞായറും സീരിയൽ ഒന്നും ഇല്ല കേട്ടോ. നമ്മുടെ ടെലിവിഷൻ അവാർഡാണ്, അതുകൊണ്ട് സീരിയലിന്റെ വീക്കെൻഡ് പ്രൊമോ നാളെ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പൊ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ.